എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ചാനൽ റിപ്പോർട്ടർ ആളാണെങ്കിൽ അവിടെ നടക്കാൻ പോകുന്ന മത്സരം അതങ്ങനെ തത്സമയം റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ റിപ്പോർട്ടറാണെങ്കിൽ ഉറക്കെ വിളിച്ചു പറയും, ഇനി മത്സരം തുടങ്ങാൻ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. മുഖത്ത് മുഴുവൻ കിരീട വിറപ്പിച്ച ആ ഒരു മോൺസ്റ്റർ അവൻ ആ സ്റ്റേജിൽ തന്നെ ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ആദ്യമായിട്ട് അവനെ വെല്ലുവിളിച്ച് മത്സരിക്കാനായിട്ട് വരുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും കരുത്തനായ സൈത്തനാണ്. പക്ഷെ ഇതുവരെ ആളിവിടേക്ക് എത്തിയിട്ടില്ല. ഒരുപക്ഷെ ഈ മോൺസ്റ്ററിന്റെ വീരസാഹസിക കഥകൾ അതെല്ലാം കേട്ട് ഭയപ്പെട്ട് അവൻ തിരിഞ്ഞോടി കാണുമോ? എന്തായാലും അധികം വൈകാതെ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം കണ്ടറിയാന്ന് പറഞ്ഞ് അവനങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഒരു കാറ് അവിടേക്ക് ചേറിപ്പാഞ്ഞു വരിക. ഉടനെ റിപ്പോർട്ടർ ആള് ക്യാമറമാനോട് ഇപ്പൊ ക്യാമറ അവിടേക്ക് ടേൺ ചെയ്യാൻ പറയും. ആ കാറിൽ നിന്ന് സൈറ്റനാണെങ്കിൽ പുറത്തേക്ക് കടന്നു വരും. ആൾക്ക് ഒരുപാട് പേര് സപ്പോർട്ട് കൊടുക്കും. റിപ്പോർട്ടർക്കും ആളുടെ കോൺഫിഡൻസ് കൂടുകയാണ്. ഓ നോ, നമ്മൾ കരുതിയതുപോലെയല്ല സൈറ്റാൻ. ആള് പറഞ്ഞതുപോലെ തന്നെ വെല്ലുവിളി സ്വീകരിച്ച് ഫൈറ്റ് ചെയ്യാനായിട്ട് കടന്നു വരികയാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം ജയിക്കും എന്നുള്ള ഫുൾ കോൺഫിഡൻസ് ആളുടെ മുഖത്തുണ്ട്. ആൾ ആ മോൺസ്റ്ററിനെ നോക്കി തംസപ്പ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും മോൺസ്റ്ററിന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല എന്ന് പറയും. സൈറ്റനാണെങ്കിൽ അങ്ങനെ നടന്ന് ഇപ്പൊ ആ റിങ്ങിന്റെ ഉള്ളിലേക്ക് കടന്നു വരും. അവനാണെങ്കിൽ ഇപ്പോ കൈ നീട്ടി ആ റിപ്പോർട്ടേഴ്സിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. ക്യാമറമാനോ റിപ്പോർട്ടറും അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കും. അവൻ നമ്മളെയാണ് വിളിക്കുന്നത്, നമുക്ക് ധൈര്യമായിട്ട് അവിടേക്ക് പോയാലോ? ആണെങ്കിൽ ഈ ഫൈറ്റ് അത് ക്ലോസ് ആയിട്ട് നമുക്ക് എല്ലായിടത്തേക്കും കാണിച്ചു കൊടുക്കാനായിട്ട് കഴിയും. അങ്ങനെ നമ്മുടെ TRP റേറ്റ് അത് കൂടും. യെസ്, ഞങ്ങളത് തീരുമാനിച്ചു. ഞങ്ങൾ രണ്ടുപേരും ധീരന്മാരാണ്. എല്ലാവരും പേടിക്കുന്ന ഈ കാര്യം ഞങ്ങളായിരിക്കും ജനങ്ങളിലേക്ക് ആദ്യം എത്തിക്കാന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ധൈര്യത്തോടു കൂടെ ഇപ്പൊ സൈറ്റന്റെ അരികിലേക്ക് നടന്നെത്തും. ഒന്നുമില്ലെങ്കിലും സൈറ്റാൻ അവൻ അവിടെ ഉണ്ട്. അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊന്നും സംഭവിക്കാൻ യാതൊരു ചാൻസും ഇല്ല. എന്തെങ്കിലും സംഭവിച്ചാൽ അത് അവൻ ഹാൻഡിൽ ചെയ്തോളെന്ന് പറഞ്ഞ് അവരടുത്തേക്ക് വരും. സൈറ്റാനാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാം. ഇവിടെ ഈ വലിയ മികച്ച പ്രകടനം അത് ലോകത്തെമ്പാടുമുള്ള എൻ്റെ ഫാൻസ് അവർ കണ്ട് കൈയടിക്കണം. ഈ വിജയം അതൊരു ചരിത്ര വിജയമാക്കി മാറ്റണം. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങൾ ഇവിടേക്ക് വിളിച്ചത്. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കില്ല. എൻ്റെ പ്രൊട്ടക്ഷനും ഞാൻ ഏറ്റെടുത്തു എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷം. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോട് കൂടെ കാത്തിരുന്ന ആ ഫൈറ്റ് അത് അധികം വൈകാതെ ആരംഭിക്കാൻ പോവാണ്. പിന്നെ ആ റിപ്പോർട്ടർ ആണെങ്കിൽ ഇപ്പൊ സൈറ്റിന് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കും. അതിനാ സൈറ്റും പറയും, ആക്ച്വലി ഇവൻ വലിയ ഹൈപ്പൊക്കെ കൊടുത്ത് മിലിറ്ററി ഫോഴ്സിനെ കൊന്നുകളഞ്ഞു. എന്റെ ഈ തുക്കുട ടെക്നിക്കൊക്കെ അവരുടെ മുമ്പിൽ മാത്രമേ ചെലവഴിയൂ. എന്റെ മുൻപിൽ ഇതൊന്നും നടക്കില്ല. അവൻ മിണ്ടാതിരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം അവൻ ഭയപ്പെട്ടിരിക്കുകയാണെന്ന്. എന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ തിരിഞ്ഞു നിന്ന് അവനെ നിതമ്മം കുലുക്കി കാണിക്കും. അത് കണ്ടിട്ടും ഇവിടെ ആ മോൺസ്റ്ററിനാണെങ്കിൽ യാതൊരു കുലുക്കവും ഇല്ല. അവനാണെങ്കിൽ ഒരുപാട് കോക്കറികൾ കാണിച്ച് ഇപ്പൊ ആ മോൺസ്റ്ററിനെ വെറുപ്പിക്കുകയാണ്. അതേസമയം ഇപ്പൊ വെജീറ്റ ആണെങ്കിൽ അവിടേക്ക് ഫ്ലൈ ചെയ്തു വരും. അത് കണ്ട റിപ്പോർട്ടർ ആണെങ്കിൽ മൈക്കുമായി വെജീറ്റയുടെ അടുത്തേക്ക് വരും. നമസ്കാരം സാർ, നിങ്ങളും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നതാണോ? നിങ്ങൾ ഫ്ലൈ ചെയ്തു വരുന്നത് ഞാൻ കണ്ടു. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ പവർ ഉണ്ടോ? അത് കേട്ട് വെജീറ്റ ആണെങ്കിൽ ടെററായി അവനോട് ദേഷ്യപ്പെട്ടു പറയും, മര്യാദയ്ക്ക് ഇവിടുന്ന് മാറിപ്പോകുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഈ മൈക്കെടുത്ത് നിന്റെ അണ്ണാക്കി കുത്തിക്കയറ്റും. അത് കേട്ടവൻ പേടിച്ച് ഇതിന്റെ അടുത്തേക്ക് തന്നെ തിരികെ ഓടി വരികയാണ്. ആണെങ്കിൽ ആറ്റിറ്റ്യൂഡ് വിട്ടുകൊടുക്കാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ അത് സൈറ്റനിലാണ്. ആളുടെ പവറിനടുത്ത് ഇവർക്ക് ആർക്കും എത്താൻ കഴിയില്ല. അവനത് പറയേണ്ട താമസം നമ്പർ 16 അവിടേക്ക് ലാൻഡ് ചെയ്യാണ്. മോൺസ്റ്റർ ആണെങ്കിൽ നമ്പർ 16 നോക്കും. വാവ്, നീ ഇപ്പൊ ബാക്ക് ടു നോർമൽ ആയല്ലേ? എനിക്കറിയാം ആ ഗോകുവിന്റെ ഫ്രണ്ട്സ് ആയിരിക്കും നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഫൈറ്റ് ഞാൻ കരുതുന്നതിലും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇവിടെ സൈറ്റനാണെങ്കിൽ ക്യാഷ്ലായിട്ട് പറയും, ആരൊക്കെ വന്നിട്ട് യാതൊരു കാര്യമില്ല. ഈ മത്സരത്തിൽ ആര് വന്നാലും ഞാൻ തന്നെയായിരിക്കും ജയിക്കുക. അടുത്ത നിമിഷം ആ മോൺസ്റ്റർ ആണെങ്കിൽ പൊട്ടിച്ചിരിക്കും. കാരണം ഗോകുവും നമ്മുടെ ആൾക്കാർ ഓരോരുത്തരായിട്ട് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറാമാനും അവിടെയുള്ള ജനങ്ങളും എല്ലാവരും അതിലേക്ക് അത്ഭുതപ്പെട്ട് നമ്മുടെ ആൾക്കാരെ തന്നെ നോക്കും. റിപ്പോർട്ടറിനാണെങ്കിൽ പറന്നു വരുന്ന നമ്മുടെ ആൾക്കാരെ കണ്ട് ഒരുപാട് അത്ഭുതം തോന്നും. ക്യാമറ അങ്ങനെ സൂം ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാരെ കാണിക്കും. മൊട്ടപ്പനാണെങ്കിൽ ദൂരത്തേക്ക് നോക്കും. അതെ, അവൻ അവിടെ തന്നെ ഉണ്ട്, മത്സരിക്കാൻ അവൻ തയ്യാറായി കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവരെല്ലാവരും താഴേക്ക് ലാൻഡ് ചെയ്യും. ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് നടന്നു വരും. മൊട്ടപ്പനാണെങ്കിൽ സന്തോഷത്തോടു കൂടെ അവനോട് പറയും, വാവ്, നീ ബാക്ക് ടു നോർമൽ ആയല്ലേ, ഒത്തിരി സന്തോഷം. അതിനാ 16 പറയും, നിങ്ങൾ കാരണമാണ് എനിക്ക് വീണ്ടും സുഖം പ്രാപിക്കാനായത്. പ്രധാനമായിട്ട് നിന്നോട് എനിക്ക് അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഗോകു ആണെങ്കിൽ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ കൈ നീട്ടും. അതിനവൻ പറയും, ഐ എം സോറി, നിന്നെ നശിപ്പിക്കാനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. സോ നിന്നെ ഇപ്പൊ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അത് കേട്ട് ഗോകു ഞെട്ടും. ഇവന് കുറച്ച് വട്ടുണ്ടോ എന്ന് മൊട്ടപ്പനോട് ചോദിക്കും. ഗോകു ആണെങ്കിൽ എല്ലാവരോടും ചോദിക്കും, ആദ്യത്തെ പോരാട്ടം അത് ഞാൻ നടത്തട്ടെ. ഞാൻ ആദ്യം ആ ഗോതയിലേക്ക് കയറി ചെന്ന് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? നമ്മുടെ ആൾക്കാരെല്ലാവരും അത് അംഗീകരിക്കും. പക്ഷെ വെജീറ്റ മാത്രം മൗനമായിട്ട് നിൽക്കും. ഗോകു ആണെങ്കിൽ വെജീറ്റയോട് ചോദിക്കും. അതിന് വെജീറ്റ പറയും, നീ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഈ ഫൈറ്റ് അവസാനിപ്പിച്ച് അവനെ ഇല്ലാതാക്കാൻ പോകുന്നത് ഉറപ്പായിട്ട് ഞാൻ തന്നെയായിരിക്കും.
ഉടനെ ആ സെയ്റ്റനാണെങ്കിൽ ചാടി വന്ന് പറയും, നിങ്ങൾ എന്താ ഈ പറയണേ, അവൻ ഭയങ്കര മോൺസ്റ്റർ ആണ്, നിങ്ങൾ ഈ നാട്ടിൽ പുതിയതായതുകൊണ്ട് നിങ്ങൾക്ക് അവനെ കുറിച്ച് അറിയില്ല, അവനെ തോൽപ്പിക്കാൻ ഈ ഭൂമിയിലെ ഏറ്റവും ശക്തനായ എനിക്ക് മാത്രമേ പറ്റൂ, സോ നിങ്ങൾ മാറി നിൽക്ക്, അവനുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാം. അത് കേട്ട് മുട്ടപ്പനാണെങ്കിൽ ഗോകുവിനോട് പറയും, എങ്കിൽ ആദ്യം ഈ വിട്ടി തന്നെ മത്സരിക്കട്ടെ. ഗോകുവിനാണെങ്കിൽ കൺട്രോൾ പോവും. ഓനോ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. മോൺസ്റ്റർ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, എന്നോട് ആര് ഫൈറ്റ് ചെയ്യാൻ വന്നാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാനിതിന് തയ്യാറാണ്. ഇത്തനാണെങ്കിൽ തീർത്തു പറയും, നിങ്ങൾ വെറുതെ ഈ റിങ്ങിലേക്ക് വന്ന് അടി മേടിക്കണ്ട, ആ ഒരു മോൺസ്റ്ററിന്റെ പവർ എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് മാത്രമേ അവനെ തോൽപ്പിക്കാനായിട്ട് പറ്റൂ. ഇവിടെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. ഒട്ടപ്പനാണെങ്കിൽ വളരെ മെച്ചോർഡായിട്ട് ഒരു ഐഡിയ പറയും, അവന്റെ ആഗ്രഹം ഫൈറ്റ് ചെയ്യണമെന്നാണെങ്കിൽ അവൻ ഫൈറ്റ് ചെയ്യട്ടെ, മരിച്ചതിന് ശേഷം ഡ്രാഗൺ ബോൾ ഉപയോഗിച്ച് നമുക്ക് അവന്റെ ജീവൻ അത് തിരികെ പിടിക്കാം. അതിന് ഗോകുവും ഇപ്പോൾ ഓക്കെ പറയും. അതേസമയം ആങ്കറും ആ ക്യാമറാമാനും അവർ രണ്ടുപേരും ഇപ്പൊ ഗോകുവിന്റെ ഫോട്ടോ അതങ്ങനെ സൂം ചെയ്ത് കാണിക്കുകയാണ്. ഈ കുട്ടികൾ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് അറിയില്ല, അവർക്കിതിന്റെ സീരിയസ്നെസ് അറിയില്ല, ഇവരാണ് ഈ മോൺസ്റ്ററിനെ തകർക്കാനായിട്ട് ഇവിടേക്ക് എത്തിയെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ ഗോകുവിനെ ടീമിനെയും പരിഹസിച്ച് സംസാരിക്കും. ചീഫ് ആണെങ്കിൽ ഇപ്പൊ ഗോകുവിനെ ശ്രദ്ധിച്ചു നോക്കും. അതെ, ഇതവൻ തന്നെയാണ്, പക്ഷെ അവന്റെ മുടിക്കും കണ്ണുകൾക്കും എന്തൊക്കെയോ ചില വ്യത്യാസങ്ങളുണ്ട്. അവന്റെ കൂടെ അന്നുണ്ടായിരുന്ന ആരൊക്കെയോ എനിക്കിപ്പോ കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല അന്ന് ഫൈറ്റ് ചെയ്ത പിക്കലോയും അവരുടെ കൂടെ തന്നെയുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് ക്ലിയർ ആവുന്നില്ല എന്ന് പറയും. വീണ്ടും ബാറ്റിൽ ഫീൽഡ് കാണിക്കും. അവിടേക്ക് ഇപ്പോൾ വിമാനത്തിൽ 3 പോരാളികൾ കൂടെ വന്നിറങ്ങും. അവരാണെങ്കിൽ വമ്പ ബോസൊക്കെ കൊടുക്കും. അതുകൊണ്ട് ആങ്കറും ക്യാമറാമാനും അവരുടെ അടുത്തേക്ക് വരും. അവരാണെങ്കിൽ ഇപ്പോൾ അവർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഒരു സുന്ദരി പെണ്ണ് പറയും, ഞങ്ങൾ എല്ലാവരും സെയ്ത്തന്റെ ഫോളോവേഴ്സ് ആണ്, അദ്ദേഹത്തിനെതിരായിട്ട് ആര് വന്നാലും ഞങ്ങൾ അവരെ വെറുതെ വിടില്ല. ആദ്യം തന്നെ ആ ഹാൻസം മാൻ ഇപ്പൊ മോൺസ്റ്ററായിട്ട് ഫൈറ്റ് ചെയ്യാൻ സ്റ്റേജിലേക്ക് കടന്നു വരും. എന്റെ ഒറ്റ ഇടിക്ക് തന്നെ ഞാനിവനെ പറപ്പിക്കുന്നു പറഞ്ഞ് അവൻ മുകളിലേക്ക് എടുത്തു ചാടും. അടുത്ത നിമിഷം മോൺസ്റ്റർ ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് സുന്ദര കുട്ടപ്പനെ അങ്ങനെ പറത്തി കളയാണ്. അവൻ അങ്ങനെ മുകളിലേക്ക് പറന്നുപോയി താഴേക്ക് അടിച്ചു വീഴും. രണ്ടാമതായിട്ട് ഇപ്പോൾ അവരുടെ ടീമിലുള്ള ആ ഒരു ജയന്റ് മാൻ വേദിയിലേക്ക് കയറി വരും. അവന്റെ ഭാരമുള്ള ആ ഫേസ് മാസ്ക് അത് അവൻ തന്നെ ചുരുട്ടിക്കൂട്ടി അവന്റെ വായിലേക്ക് ഇട്ട് വിഴുങ്ങും. അതുകൊണ്ട് എല്ലാവരും വമ്പ ഹൈപ്പൊക്കെ കൊടുത്ത് അവനെ ഇപ്പൊ ഫൈറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞയക്കും. അവനാണെങ്കിൽ കൈയൊക്കെ കറക്കി ഇപ്പോ മോൺസ്റ്ററിന്റെ തൊട്ടടുത്തേക്ക് എത്തും. അടുത്ത നിമിഷം മോൺസ്റ്ററിന്റെ പവർ അതങ്ങനെ മുൻപോട്ടേക്ക് വന്ന് അവന് മുൻപോട്ടേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ പുറകിലേക്ക് തെറിച്ചുപോയി അടിച്ചു വീഴും. ഇതാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ട് കൺട്രോൾ പോവും. അവൻ ഇതുപോലുള്ള ലൊടുക്കു വിദ്യകൾ കാണിച്ച് എൻ്റെ അസിസ്റ്റൻസിനെ തോൽപ്പിക്കാൻ പറ്റും, പക്ഷെ എന്നെ അങ്ങനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവനവൻ്റെ കോട്ടഴിച്ച് ആ ഒരു ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് അത് ഉയർത്തി കാണിക്കും. ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, ഈ ഒരു ഫൈറ്റിലാണ് ഭൂമിയുടെ വിധി അത് കിടക്കുന്നത്, സോ നമ്മളെല്ലാവരും പ്രതീക്ഷയോടുകൂടെ ഈ ഒരു ഫൈറ്റ് കാണണം. അവനാണെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ കയ്യിലെടുത്ത് അത് താഴേക്കിടും. അടുത്ത നിമിഷം അതൊരു ബാഗായി മാറും. ഇതിന് ആ ബാഗ് തുറന്ന് അതിൽ നിന്ന് 16 ഇഷ്ടികകൾ പുറത്തേക്ക് എടുത്ത് അതങ്ങനെ അടുക്കി വെക്കുകയാണ്. ഇവിടെ മൊട്ടപ്പനും നമ്മുടെ ആൾക്കാർക്കും അത് കണ്ട് ചത്താ മതിന്നാവും. ആങ്കർ ആണെങ്കിൽ വീണ്ടും ഹൈപ്പ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഒറ്റയടിക്ക് 16 ഇഷ്ടികകൾ അത് കഷ്ണമാക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അതിലേക്ക് തന്നെ ആകാംക്ഷയോട് കൂടെ നോക്കും. ഇതനാണെങ്കിൽ ഒറ്റയടിക്ക് ആ ഇഷ്ടികകളെല്ലാം കഷ്ണമാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് ആങ്കറും ചുറ്റുമുണ്ടായിരുന്ന ജനങ്ങളെല്ലാവരും കരഘോഷം മുഴക്കും. ഇവിടെ സെയ്ത്തനാണെങ്കിൽ ആളുടെ കൈക്ക് ചെറിയ വേദനയൊക്കെ എടുക്കും. സെയ്റ്റാൻ മോൺസ്റ്ററിനെ നോക്കും. ഇത് കണ്ടോ, ഇതുപോലെ ഞാൻ നിന്റെ തവിട് പൊടിയാക്കും. മോൺസ്റ്ററിനാണെങ്കിൽ അവന്റെ ദേഷ്യം കൂടി വരും. ഈ വിഡ്ഢികൾ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. സെയ്റ്റാനാണെങ്കിൽ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഇപ്പോ മോൺസ്റ്ററിന്റെ അടുത്തേക്ക് പാഞ്ഞടുത്ത് അവനെ അറിഞ്ഞം പറഞ്ഞ് കിക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ മോൺസ്റ്ററിനാണെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല. സെയ്റ്റാനാണെങ്കിൽ അവന്റെ ഒരു വിരലെടുത്ത് ഒരൊറ്റ ഞൊട്ട് വെച്ച് കൊടുക്കും. അതിൽ അവൻ തെറിച്ചു പോയി ദൂരത്തുള്ളൊരു മരയിൽ ഇടിച്ച് അങ്ങനെ താഴേക്ക് വീഴുകയാണ്. അത് കണ്ട് എല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. ഒട്ടപ്പനാണെങ്കിൽ ചിരിക്കും, അവന് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയത്, ഇതിൽ നമുക്ക് മോൺസ്റ്ററിനെ കുറ്റം പറയാൻ പറ്റില്ല. ആങ്കർ ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഭൂമിയുടെ ഭാവി തന്നെ തിരുത്തി കുറിക്കാനിരുന്ന നമ്മുടെ സെയ്ത്താൻ ആളിപ്പോ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കാണിക്കും. ഇവിടെ മോൺസ്റ്റർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് തോക്കുവാൻ ടീമിനെ നോക്കും. ഇനിയും ഈ കോമഡിക്ക് നിൽക്കാൻ ഞാനില്ല, നമുക്ക് സീരിയസ് ഫൈറ്റ് അത് ആരംഭിക്കാം. അത് കേട്ട് ഗോകു ആണെങ്കിൽ അടുത്ത ഫൈറ്റിന് വേദിയിലേക്ക് കടന്നു വരുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.